നമസ്തേ മക്കളെ, ഞാൻ നിങ്ങളുടെ അനുപ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാഗാർജുന എഴുതിയ കവിത ബഹുത്ത് ദിനോങ്കെ ബാദ് എന്ന് പറയുന്ന കവിത അല്ലേ, ആ കവിതയുടെ ആദ്യത്തെ ഒരു 3 പാരഗ്രാഫ് അല്ലേ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കയറി കാണാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. बहुत दिनों के बाद अबकी में जीफर छू पाया अपनी गंवाई पगडंडी की चंदन वर्णी धूल. അപ്പോൾ പറയണ ഇത്രയേ ഉള്ളൂ. ബഹുത്ത് ദിനോങ്കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അബ്കി മേ ജീഫർ ഛൂപ്പായ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മനസ്സ് നിറഞ്ഞ് തൊട്ടു നോക്കി. എന്ത്? അപ്പനി ഗംവായി പകടണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൾ. അപ്പോൾ ചന്ദന നിറമുള്ള പൊടി എവിടെയുള്ള ഞങ്ങളുടെ ഗംവായി മീൻസ് ഗ്രാമത്തിലുള്ള പകടണ്ടി എന്ന് വെച്ചാൽ ഒറ്റയടിപ്പാത, നടപ്പാത എന്നൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള നടപ്പാതയിലുള്ള ചന്ദന നിറമുള്ള പൊടി ഞാൻ എന്ത് ചെയ്തു, മനസ്സ് നിറഞ്ഞൊന്ന് തൊട്ടു നോക്കി എന്നാണ് പറയുന്നത്. അതും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. बहुत दिनों के बाद अबकी में जीफर ताल मखाना खाया गन्ने चूसे जीफर बहुत दिनों के बाद ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അബ്കി മേനെ ജീഫർ ഞാൻ എന്ത് ചെയ്തു, മനസ്സ് നിറച്ചെന്ത് ചെയ്തു, താൽ മഖാന ഖായ. താൽ മഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈസ് ഔഷധ ചെടിയാട്ടോ. അതാണ് അതിൻ്റെ പ്രോപ്പർ വേർഡെന്ന് വെച്ചാൽ ഒരു ഔഷധ ചെടിയാണ്. അതായത് ഇഷ്ടമുള്ള ആ സസ്യം അല്ലെങ്കിൽ ആ ഇഷ്ടമുള്ള ഭക്ഷണം മനസ്സ് നിറഞ്ഞ് കഴിച്ചു എന്നാണ് പറയണത്. ഗന്നെ ചൂസെ ജീഫർ. ഗന്നെ മീൻസ് കരിമ്പാണ് കേട്ടോ. കരിമ്പിങ്ങനെ ഊറിക്കുടിക്കില്ലേ, നമ്മളിങ്ങനെ കരിമ്പ് നമ്മൾ വായിൽ വെച്ചിട്ട് പല്ല് വെച്ചിട്ട് കടിച്ചിട്ട് അതിനെ ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കില്ലേ, അതാണ് ചൂസ്ന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറഞ്ഞ് എന്ത് ചെയ്തു, താൽമഖാന കഴിച്ചു. അതുപോലെ തന്നെ, അതായത് അവർ ഔഷധ ചെടി കേട്ടോ, അത് കഴിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, കരിമ്പിങ്ങനെ ഓടിക്കുടിച്ചു എന്നാണ് പറയുന്നത്. അതും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അതായത് മനസ്സ് നിറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചു, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. बहुत दिनों के बाद अबकी में जीफर फोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस ऊपर. बहुत दिनों के बाद അപ്പോൾ പറയണ ബഹുത്ത് ദിനോങ്കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അബ്കി മേൻ ജീഫർ ഫോഗെ ഞാൻ എന്ത് ചെയ്തു, മനസ്സ് നിറഞ്ഞ് അനുഭവിച്ചറിയാണ് കേട്ടോ. ഫോഗിനാന്ന് വെച്ചാൽ അനുഭവിക്കുക എന്നാണ്. ഞാൻ അനുഭവിച്ചറിയാണ് എന്ത്, ഗന്ധ് സുഗന്ധത്തിലൂടെയും രൂപത്തിലൂടെയും രസത്തിലൂടെയും ശബ്ദത്തിലൂടെയും സ്പർശത്തിലൂടെയും സബ് സാത്ത് സൂപ്പർ. ഇതെല്ലാം ഒരുമിച്ച് ഈ ഭൂമിയിൽ ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അനുഭവിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാമ അന്തരീക്ഷത്തിൽ, അതായത് ഒരാളുടെ അതായത് ഗ്രാമത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ആ ഫസലുകൾ വിളയുന്നതും അല്ലെങ്കിൽ അത് കൊയ്യുമ്പോഴുള്ള എന്താണ്, അത് കൊയ്യുമ്പോഴും അത് കുത്തി പാകമായ നെല്ലൊക്കെ കുത്തുമ്പോഴുള്ള ആ ഒരു മധുര സ്വരം, അത് കുത്തുന്ന എന്താണ് കുംവരി മീൻസ് എന്താണ് യുവതികളുടെ ആ ഒരു മധുരസ്വരവും അല്ലെങ്കിൽ ആ ഫ്രഷായിട്ടുള്ള ആ ഇലഞ്ഞിപ്പൂക്കളുടെ സുഗന്ധവും നമ്മുടെ ആ ഗ്രാമത്തിലുള്ള നടപ്പാതയിലുള്ള സ്വർണ്ണവർണ്ണത്തിലുള്ള പൊടിയും കരിമ്പൊക്കെ ഇങ്ങനെ ഊറിക്കുടിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവി വീണ്ടും അനുഭവിച്ചറിയുകയാണ്. അപ്പോൾ അതാണ് കവിയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കേട്ടോ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ കവിതയായിരുന്നു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ പാഠത്തിൻ്റെ വർക്കുകളും നോട്ട്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതെന്ത് ചെയ്യാം നോക്കാം. എന്നാലും ഇതിനകത്ത് സമാനാശയവാലി പങ്ക്തിയും കവിത സെ ചുൻകർ ലിഖേ എന്നുള്ളൊരു വർക്കുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഖേത്ത് സ്വർണ്ണവണ്ണി ഫസലോംസ് സമൃദ്ധഹേ. വയലുകൾ സ്വർണ്ണ നിറമുള്ള വിളവുകൾ കൊണ്ട് സമൃദ്ധമാണെന്നുള്ള വരികൾ, ഇതേ ആശയം വരുന്ന വരികൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഭാഗത്തുണ്ട് കേട്ടോ.
ഗ്രാമീണ ബാലായെ മെഹനത് കർത്തേ ഹുയെ മധുർ ഗീത് ഗാത്തെ ഹെ. ഗ്രാമീണ യുവതികൾ എന്ത് ചെയ്യുന്നുണ്ട്? നെല്ല് കുത്തുന്നതിനോടൊപ്പം മധുരമായ പാട്ട് പാടുന്നുണ്ട്. തൻ മൻ കോ ഊർജ്ജ ദേനെ വാലി ഖുഷ്ബു ഫൈൽ ജാത്തി ഹെ. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഊർജ്ജം നൽകുന്ന രീതിയിലുള്ള ഖുഷ്ബു, സുഗന്ധം അവിടെ പരക്കുന്നു. അതെന്തിൻ്റെ സുഗന്ധമാണ്? നമ്മുടെ ഇലഞ്ഞി പൂക്കളുടെ സുഗന്ധമാണ് കേട്ടോ. ഗാവ് കി ഗലിയോങ്കി സുൻഹലി ധൂലി ക എഹ്സാസ് ഹുവ. ഗ്രാമത്തിലെ തെരുവുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള പൊടി, അതായത് അതേതാണ്? ചന്ദൻവർണ്ണി ധൂളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞൂല്ലേ. മൻപസന്ത് ദേഹത്തി ഖാന ചക്കിനേക്ക മൗക്ക മില്ല. അതുപോലെ മനസ്സ് നിറഞ്ഞ്, അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ട ഗ്രാമീണ ഫുഡ് കഴിക്കാനുള്ള അവസരം. അതാണ് ആ കരിമ്പ് കുടിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, താൽമഖാന ഖായ എന്നൊക്കെ പറഞ്ഞില്ലേ, അതതിൽ വരുന്നത് കേട്ടോ. ഇത് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതൊക്കെ അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് വർക്ക് ടീച്ചർ തരാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ടാണ് ടീച്ചർ കേട്ടോ ഇതിട്ടത്. അപ്പോൾ ബൈ.